എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോണ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. അതിന്റെ കളർ തന്നെ ഭയങ്കര ബ്രൈറ്റ് കളറാണ്. നല്ല റൈബൻ മാംഗോ കളറാണ്. റൈബൻ മാംഗോ കളർ സിൽക്കി കോട്ട മെറ്റീരിയലിൽ നമ്മൾ പർപ്പിൾ കളർ ഇട്ടിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ലാവൻഡറിന്റെ ഡാർക്ക് ലാവൻഡർ ഷെയ്ഡ് എന്നും പറയാം, ആ ഒരു ഷെയ്ഡ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്ന സ്റ്റിച്ച് കച്ച് വർക്ക് ആണ്. കച്ച് വർക്കിന്റെ സിമ്പിൾ ഡിസൈൻ ആണ്. പക്ഷെ ഇങ്ങനെ ഫുൾ ബോർഡറിൽ ഇങ്ങനെ ഫുൾ ബോഡി ബോർഡർ ഇല്ല, എന്നാലും കാണുന്ന ഭാഗങ്ങളിൽ എല്ലായിടത്തും കുഞ്ഞു കുഞ്ഞു മോട്ടീവ്സ് വന്നിട്ടുള്ള ഒരു ഡിസൈനിങ് ആണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ സാരി ഒന്ന് കണ്ടു നോക്കാം. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഈ ഒരു സാരി ഇന്ന് കാണിക്കുന്ന സാരി റെഡി ഫോർ സീൽ ആണ്, സിംഗിൾ പീസ് ആണ്. അപ്പോൾ അത് ഞാൻ എവിടേക്കാണെന്ന് ശരിക്കും കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. ഇതിന്റെ റേറ്റും എങ്ങനെയാണ് ഡിസൈൻസ് വരുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ സിൽക്കി കോട്ട സാരി. നല്ല പഴുത്ത മാങ്ങയുടെ കളറാണ് ഈ സാരിയുടെ. അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല പർപ്പിൾ കളർ ഷെയ്ഡ് ഇട്ടിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. സിംഗിൾ ഷെയ്ഡാണ്, വേറെ ഷെയ്ഡ്സ് ഒന്നുമില്ല. ഈ കച്ച് വർക്കും സാറ്റിൻ സ്റ്റിച്ചും ആണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത്. ഇത് ചെയ്യാനായിട്ട് നമ്മൾ എടുത്തേക്കുന്നത് 3 strands ആങ്കർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഈ ഒരേ ഡിസൈനുമായിട്ടുള്ള ഈ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 ഇഞ്ചാണ്. ഈ 7 ഇഞ്ച് ഗ്യാപ്പിൻ്റെ അകത്ത് ഇങ്ങനെ ഡിസൈൻസ് വന്നുകൊണ്ടിരിക്കുക. താഴെ നമ്മുടെ കാലിൻ്റെ അങ്ങോട്ട് പുറകുവശത്തോട്ട് വളഞ്ഞു പോണ അവിടം വരെ ഈ ഒരു പാറ്റേൺ വന്നുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഡിസൈൻ വരുന്നത് റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ്. മുന്താണി മുതൽ മുന്താണിയുടെ ഒരു സൈഡ് മുതൽ നമുക്കിങ്ങനെ ഡിസൈൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ 7 ഇഞ്ച് ഗ്യാപ്പിലാണ് ഈ ഡിസൈൻ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കാലിൻ്റെ പുറകോട്ട് പോകുന്ന അവിടം വരെ ഈ ഡിസൈൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ കാലിൻ്റെ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലാണ് ഇതുപോലത്തെ ഡിസൈൻ 2 എണ്ണം മേളിലാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ മേളിൽ വേറൊരു ട്രയാങ്കിൾ, അങ്ങനെയാണ് നമ്മൾ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ 11 ഡിസൈൻ, ഇങ്ങനത്തെ 3 ഫ്ലവർ മോട്ടീവായിട്ടുള്ളത് 11 എണ്ണമാണ് ഇതിൻ്റെ അകത്ത് ഫുൾ മൊത്തത്തിൽ ഈ സാരിയിൽ വരുന്നത്. അപ്പോൾ ഈ സാരിയുടെ റേറ്റ് 1500 ആണ്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ താഴെ ലെഗ് പോർഷനിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഞാൻ കാണിച്ചു തരാം. ലെഗ് പോർഷനിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. താഴെ കാലിൻ്റെ അവിടെ വരുന്ന ഡിസൈൻ ഇങ്ങനെയായിരിക്കും വരുന്നത്. 6 പൂവാണ് വരുന്നത്. ഇങ്ങനെ ട്രയാങ്കിൾ ഷേപ്പിൽ, അതിൻ്റെ മേളിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, അങ്ങനെ ലെഗ് പോർഷനിൽ റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിൽ ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത്. അപ്പോൾ ഇതിന് ബ്ലൗസ് മാച്ചിങ് ആയിട്ട് ഇടുന്നേക്കാളും നല്ലത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് സിൽക്കി കോട്ട മെറ്റീരിയൽ അല്ലെങ്കിൽ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ഇടുവായിരിക്കും കുറച്ചുകൂടെ ഭംഗി കൂടുന്നത്. കോട്ടൺ സിൽക്ക് അല്ലെങ്കിൽ സിൽക്കി കോട്ട തന്നെ എടുത്തേച്ചാൽ മതി. അല്ലെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ എടുത്താൽ അത്രയ്ക്ക് ഭംഗി ഉണ്ടാവത്തില്ല. ഇത് മെറ്റീരിയൽ തന്നെ ഒരു സിൽക്കി എഫക്റ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റെ അകത്ത് സിൽക്കി എഫക്റ്റ് ഉള്ള മെറ്റീരിയലിൻ്റെ ബ്ലൗസ് പീസ് തന്നെ ഇടുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഒരു സാരിയിൽ എങ്ങനെയാണ് ഈ സ്റ്റിച്ച് തയ്ച്ചേക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മൾ ഇന്ന് തയ്ക്കാൻ പോണ ഒരു സിമ്പിളായിട്ടുള്ളൊരു കച്ച് വർക്ക് ഡിസൈനാണ്. ഞാൻ വരച്ച് കാണിക്കാം. ഞാനിപ്പോൾ ഒരു തുണിയിലാണ് തയ്ക്കുന്നത്. ഈ സെയിം ഡിസൈൻ നമ്മൾ സാരിയിലോട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ച് കച്ച് വർക്കിൻ്റെ ബോക്സ് കുറച്ച് വലുതായിട്ടാണ് വരച്ചിരിക്കുന്നത്. അത് മനസ്സിലാവാൻ വേണ്ടി മാത്രമാട്ടോ. ഇത്രയും വലുതായിട്ട് വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭംഗി ഉണ്ടാവത്തില്ല തയ്ച്ച് കഴിയുമ്പോൾ കാണാനായിട്ട്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമായിട്ട് വരയ്ക്കുന്നത് എത്ര വലുതായിട്ട്. അപ്പോൾ നിങ്ങൾ ഡിസൈൻസ് സാരിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വലിയ സ്ക്വയർ ബോക്സസ് യൂസ് ചെയ്യണ്ട, കുഞ്ഞ് സ്ക്വയർ ബോക്സസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ മേളിൽ ഒരു കുഞ്ഞ് പൂവായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസൈനാണ് ഞാനിന്ന് തയ്ക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് കച്ച് വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഫ്ലവർ പെറ്റൽസ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ കച്ച് വർക്ക് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എപ്പോഴും എങ്ങനെയാണ് നമ്മൾ പടം വരച്ച് അതിൻ്റെ ഔട്ടർ പോർഷനിൽ നിന്ന് വേണം കുത്തിയെടുക്കാനായിട്ട്. ഒത്തിരി ഡിസ്റ്റൻസ് വിടണ്ട, എന്നാലും കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം എപ്പോഴും നമ്മൾ തയ്ക്കാനായിട്ട്, ഈ സ്ട്രെയിറ്റ് ലൈൻസ് തയ്ക്കുമ്പോൾ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് പുറത്തായിട്ട്, ഈ ഇവിടെ വരെ ഇമേജെങ്കിൽ ഇവിടെയായിട്ടാണ് നമ്മൾ താത്തുന്നത്. പിന്നെ ഇവിടെ പുറത്തുനിന്ന്
ഈ സൈഡിലോട്ട്. ഇത് മേളിൽ കൂടെ തന്നെയാണ് കേട്ടോ, ത്രെഡിൻ്റെ മേളിൽ കൂടെ തന്നെയാണ് നമ്മൾ തയ്ക്കുന്നത്. ആദ്യം തയ്ച്ചതിൻ്റെ മേളിൽ കൂടെ ഇവിടെ ഇതുവരെ പുറത്തുനിന്ന് എടുക്കുക, ഇങ്ങനെ ചെയ്യുക. നമ്മൾ 2 എണ്ണം വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൻ്റെ മേളിൽ കൂടെ ഒരെണ്ണത്തിൻ്റെ താഴത്തെ കൂടെയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇവിടെ വരുമ്പോൾ 2 എണ്ണം ആകും. അപ്പോൾ നമുക്ക് ഒരെണ്ണത്തിൻ്റെ ആദ്യത്തിൻ്റെ മേളിൽ കൂടെയും രണ്ടാമത്തിൻ്റെ താഴത്തെ കൂടെയും എടുക്കണം. അങ്ങനെ തയ്ച്ചാലാണ് നമ്മൾ ഈ ഒരു ഔട്ടർ ഫ്രെയിം തയ്ക്കുന്നത് കറക്റ്റായിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കച്ച് വർക്ക് ചെയ്യുമ്പോൾ ഉടക്കിയിരിക്കില്ല. ഇനിയുള്ള ഫില്ലിങ് വരുമ്പം ഈ നൂല് ഉടക്കിയിരിക്കത്തില്ല. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെയും ഇതിൻ്റെ താഴത്തെ കൂടെയും വേണം ത്രെഡ് പാസ് ചെയ്യാൻ. അപ്പോൾ ഇതുപോലെ എടുക്കുക. ഈ ഫ്രെയിം ഫോർമേഷൻ ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ കച്ച് വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്രയൊക്കെ ട്രൈ ചെയ്താലും കറക്റ്റ് ആവത്തില്ല. അപ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു വെച്ചാൽ മതി. 2 ത്രെഡ് വരുമ്പോൾ ഒന്നിൻ്റെ മേളിൽ കൂടെയും ഒന്നിൻ്റെ താഴത്തെ കൂടെയും വേണം പാസ് ചെയ്യാനായിട്ട്. അത് മനസ്സിൽ ഓർത്തേച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെയും ഇതിൻ്റെ താഴത്തെ കൂടെ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ ഇതിൻ്റെ താഴത്തെ കൂടെ പിന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് എടുക്കുക. മറ്റേതിൻ്റെ മേളിൽ കൂടെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ താത്തുക. ഇതിൻ്റെ മേളിൽ കൂടെ ഇതിൻ്റെ താഴത്തെ കൂടെ. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഉണ്ടാക്കി കഴിഞ്ഞു. ഔട്ടർ ആയിട്ടുള്ള പോർഷൻ ഔട്ട്ലൈൻ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പേൾ കോട്ടൺ ത്രെഡ് ആട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ഇത്രയും വലിയ ബോക്സൊക്കെയാണ് തയ്ക്കണമെങ്കിൽ നിങ്ങൾ 6 strands എങ്ങാനും ഇട്ട് ആങ്കർ ത്രെഡ് വെച്ച് തയ്ച്ചാലാണ് ഫില്ലായി വരുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് താത്തിയത്. ഇനി നമ്മൾ കുത്തിയെടുക്കുന്നത് ഈ ഒരു പോർഷനിൽ, ഇപ്പുറത്തെ ലെഗിൻ്റെ ഈ സൈഡിലാണ് നമ്മൾ പൊക്കിയെടുക്കേണ്ടത്. നമ്മൾ ഇവിടെ പൊക്കിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ താത്തിയ ലെഗില്ലേ, ആ ലെഗിൻ്റെ താഴത്തേക്കൂടെ ആ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യും. അപ്പോൾ ത്രെഡ് ഇവിടെ വന്നു. ഇനി നമ്മൾ ഈ ബോക്സിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോവുകയാണ്. ബോക്സ് ഫില്ല് ചെയ്യാൻ ഇങ്ങനെ ഓരോ ബോക്സ് ഫില്ലിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ ഉള്ളിലോട്ട് പോകണമെങ്കിൽ ആദ്യത്തെ ത്രെഡിൻ്റെ മേലിൽ കൂടെ രണ്ടാമത്തെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ അങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ആദ്യത്തിൻ്റെ മേലിൽ ഇതിൻ്റെ രണ്ടാമത്തിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ ത്രെഡ് പാസ് ചെയ്യുക. അപ്പം അങ്ങനെ ത്രെഡ് പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇനി ഇങ്ങോട്ടേക്കാണ് പോകേണ്ടത്. മേലിലോട്ടാണ് നമുക്ക് ത്രെഡ് പോകേണ്ടത്. അപ്പം മേലിലോട്ട് പോകണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ ഈ കാലിൽ ഉടക്കി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക. അപ്പം അങ്ങനെ നീഡിൽ താഴത്തേക്കൂടെ പാസ് ചെയ്യുക. അപ്പോൾ അവിടെ ഉടക്കിയിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഉടക്കിയിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തയ്ച്ച ഫ്രെയിം ഫോർമേഷൻ നേരെയായി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉടക്കിയിരിക്കത്തില്ല. അതാണ് പറഞ്ഞത്, ആദ്യത്തെ ആ ഫ്രെയിം ഉണ്ടാക്കുന്നത് കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉടക്കി ഇങ്ങോട്ടേക്ക് പോന്നു. ഇവിടെ ഇപ്പം 2 എണ്ണം ഉണ്ട്. ഇവിടെ 2 നൂലും ഇവിടെ 1 നൂല്. അപ്പം മൊത്തത്തിൽ 3 നൂലുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഒരു നൂലിൻ്റെ മേളിൽ കൂടെ ആദ്യത്തെ നൂലിൻ്റെ മേളിൽ കൂടെയും ബാക്കി 2ൻ്റെയും താഴത്തേക്കൂടെയാണ് നീഡിൽ പാസ് ചെയ്യേണ്ടത്. അങ്ങനെ പാസ് ചെയ്ത് നമ്മൾ ഇപ്പുറത്തെ ഇതിലോട്ട് വന്നു. ഇനി നമ്മൾ ഈ ബോക്സിലോട്ടാണ് കയറുന്നത്. ഇവിടെ ഫില്ല് ചെയ്യുന്നില്ല. ഇവിടെ ഈ ബോക്സിൻ്റെ 2 സൈഡ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ ഈ ബോക്സിലോട്ടാണ് പോകുന്നത്. ഇതിൻ്റെ മേളിൽ കൂടെയും ഇതിൻ്റെ താഴത്തേക്കൂടെ ഈ ത്രെഡിൻ്റെ മേളിൽ കൂടെയും ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെയാണ് പോകേണ്ടത്. നമ്മൾ ഇങ്ങനെ പാസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയായി. ഇനി നമ്മൾ ഈ ബോക്സിലോട്ട് എൻ്റർ ചെയ്യാണ്. ഇവിടെ അതുപോലെ തന്നെ മേളിൽ കൂടെയും താഴത്തേക്കൂടെ ഇങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഈ സൈഡാണ് ഫില്ല് ചെയ്തത്. ഇനി ഈ സൈഡിലോട്ട് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങോട്ടേക്ക് പോകാം. ഇവിടെ നോക്കുമ്പോൾ എന്താ 3 ത്രെഡ് ഉണ്ട്. ഒരെണ്ണത്തിൻ്റെ മേളിൽ കൂടെയും ഈ ത്രെഡിൻ്റെ ഇപ്പോൾ കാണുന്ന ഈ ത്രെഡിൻ്റെയും താഴത്തേക്കൂടെ നമ്മൾ പാസ് ചെയ്യണം.
ഈ ത്രെഡിൻ്റെ താഴെ ഈ ത്രെഡിൻ്റെയും താഴെ ഇങ്ങനെ നമ്മൾ ത്രെഡ് പാസ് ചെയ്തു. പിന്നെ ദേ നമുക്ക് ഇനി ഈ ഡയറക്ഷനിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ ത്രെഡിൻ്റെ താഴത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെയും വീണ്ടും 3 ത്രെഡ്സ് ഉണ്ട്. ആദ്യത്തെ ത്രെഡ് ഇത്, രണ്ടാമത്തെ ഇത്, മൂന്നാമത്തെ. അപ്പോൾ ഇത് ആദ്യത്തെ ത്രെഡിൻ്റെ മേളിൽ കൂടെയും ഈ 2 ത്രെഡിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ. പിന്നെ ഇനി ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്, ഈ ഡയറക്ഷനിൽ. അപ്പം ഇങ്ങോട്ടേക്ക് ഈ ത്രെഡിൻ്റെ താഴത്തേക്കൂടെ നമ്മൾ നീഡിൽ പാസ് ചെയ്യണത് ഇങ്ങനെ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് 1 2 3 4 ത്രെഡ് ഉണ്ട്. അപ്പോൾ എന്താ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് പോകുന്നത്. ഒന്നിൻ്റെ മേളിൽ കൂടെ ഒന്നിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ. അത് വലിച്ചെടുത്ത് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ ഈ ഡയറക്ഷനിൽ 2 ഉണ്ട്. അപ്പോൾ ഒന്നിൻ്റെ മേളിൽ കൂടെ ഒന്നിൻ്റെ താഴത്തേക്കൂടെ. ഒറ്റയടിക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് വേറിട്ട് ചെയ്തത്. ഇനി ഇവിടെ 3 ത്രെഡേ ഉള്ളൂ. 3 ത്രെഡ് ഉണ്ടെങ്കിൽ ആദ്യത്തിൻ്റെ മേളിൽ കൂടെയും ബാക്കി 2 താഴത്തേക്കൂടെയാണ് പോകണം. 4 ത്രെഡ് വരുവാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ട് മേളും താഴും അങ്ങനെയായിട്ട് പോകും. അപ്പം ഇങ്ങനെയാണ്. ഇതിപ്പോൾ ആ ഒരു ബോക്സ് നമ്മൾ ഈ ഒരു സ്ക്വയർ ബോക്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സ്ക്വയർ ബോക്സ് ഇനി ഓരോ സ്ക്വയർ ബോക്സ് ഫില്ല് ചെയ്താണ് പോണത്. ആദ്യത്തെ 2 സ്ക്വയർ ബോക്സ് മാത്രം ഫില്ല് ചെയ്യാണ്ട് ആണ് നമ്മൾ അടുത്തയിലോട്ട് പോകുന്നത്. അപ്പം ഈ ഡയറക്ഷനിലോട്ട് വന്നു. പിന്നെ ഇവിടെ നിന്ന് സൈഡിൽ നിന്ന് കുത്തിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഡയറക്ഷനിലോട്ട് പോയി. അവിടെ നിന്ന് സൈഡിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ എടുക്കണം. ഇപ്പോൾ ഇവിടെ 4 ത്രെഡായി. അപ്പോൾ ഒന്നിൻ്റെ മേളിൽ കൂടെ ഒന്നിൻ്റെ താഴത്തേക്കൂടെ ഒന്നിൻ്റെ മേളിൽ കൂടെ ഒന്നിൻ്റെ താഴത്തേക്കൂടെ ഇങ്ങനെ ഒരുമിച്ച് വേണമെങ്കിലും എടുക്കാം ഓൾട്ടർനേറ്റ് ആയിട്ട്. ഇനി ഇപ്പുറത്തെ ബോക്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ കച്ച് വർക്കിൻ്റെ ഈ ഒരു സ്ക്വയർ പാറ്റേൺ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഗ്യാപ്പ് ഒത്തിരി കാണുന്നുണ്ട്. അത് ഒത്തിരി വലിയ ബോക്സ് വരച്ചത് കൊണ്ടാണ്. നമ്മൾ കുഞ്ഞ് ഡിസൈനാണ് വരയ്ക്കണമെങ്കിൽ ഈ ഗ്യാപ്പൊന്നും കാണില്ല. അതല്ലെങ്കിൽ ഇത്രയും വലിയ സ്ക്വയർ ഡിസൈൻ ചെയ്യുവാണെങ്കിൽ 6 strands ആങ്കർ ത്രെഡ് ഇട്ട് തയ്ച്ചാൽ മതി, ഫില്ലായിക്കോളും. അപ്പോൾ ഇതുപോലെ നമ്മൾ കച്ച് വർക്ക് ഡിസൈൻ കഴിഞ്ഞ് ഈ സെയിം ത്രെഡ് അല്ലെങ്കിൽ മറ്റൊരു ത്രെഡ് വേറൊരു കോൺട്രാസ്റ്റ് കളർ ത്രെഡ് എടുത്തിട്ട് നമുക്ക് ഈ ഫ്ലവർ പാറ്റേൺ ചെയ്യാം. ഞാനിവിടെ സെയിം ത്രെഡ് ഉപയോഗിച്ച് തന്നെയാണ് ഞാൻ തയ്ക്കുന്നത്. നമ്മൾ സാധാരണ നോർമൽ സാറ്റിൻ സ്റ്റിച്ച് തന്നെയാണ് തയ്ക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുമ്പോൾ എപ്പോഴും ഫിനിഷിങ് കിട്ടാനായിട്ട് ഒരിക്കലും സൈഡിൽ നിന്ന് തുടങ്ങരുത്. ഒരു ഡിസൈൻ്റെ മിഡിലിൽ നിന്ന് തന്നെ തയ്ച്ച് തുടങ്ങുക. സോ ദാറ്റ് മിഡിലിൽ നിന്ന് തന്നെ തയ്ച്ച് തുടങ്ങുക. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടും. പിന്നെ സ്ക്വയർ ബോക്സസ് ആണെങ്കിൽ കുഴപ്പമില്ല. സൈഡിൽ നിന്ന് തയ്ച്ച് തുടങ്ങിയാലും നമുക്ക് നല്ല എന്ന് വെച്ചാൽ എല്ലായിടത്തും ഷേപ്പ് ഒരുപോലെയാണ്. പക്ഷേ റൗണ്ട്, ഓവൽ, ഇപ്പോൾ ഡ്രോപ്പ് ഷേപ്പ് അങ്ങനെയൊക്കെ വരുമ്പം അതിൻ്റെ വ്യത്യാസം ഉള്ളതുകൊണ്ട് എപ്പോഴും സെൻറ്ററിൽ നിന്ന് തയ്ച്ച് തുടങ്ങുക. അപ്പോൾ ഇതുപോലെ സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ച് നമുക്ക് ഈ ഒരു ഡിസൈൻ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.